എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഈ വീഡിയോ ആദ്യം കണ്ട സമയത്ത് ഇത് എന്താണെന്ന് ആദ്യം മനസ്സിലല്ല. പെട്ടെന്ന് ഞാൻ ഈ ലോങ് ഷോട്ടിൽ കണ്ട സമയത്ത് ബാൻട്രിക് സിനിമയിൽ ജഗതി എങ്ങാണ്ട് റോഡിൽ വന്ന് പാവരിച്ച് കിടക്കത്തില്ല, ആ ഒരു സംഭവം പോലെയാണ് സത്യം എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെയാണ് മനസ്സിലായത് നടു റോട്ടിൽ നിസ്കരിക്കുന്നതാണെന്ന്. പാലക്കാടാണ് സംഭവം. ഇവർക്ക് വീട്ടിൽ സ്ഥലമില്ലാത്തത് കൊണ്ടുവന്ന് നിസ്കരിക്കുന്നതല്ല ഒരിക്കലും, അവരുടെ ഒരു പ്രതിഷേധമാണ്. പക്ഷെ ഇതിന് മതപരമായിട്ട് പറഞ്ഞുകൊണ്ട് വേറെ രീതിയിൽ വളച്ചൊടിക്കുന്ന കുറെ സംഖ്യകളെയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. മതപരമായിട്ടൊക്കെ അതിനെ വളച്ചൊടിച്ചങ്ങ് തീർത്തല്ലോ. പിന്നെ അങ്ങനെ സംഭവിക്കത്തുള്ളൂ, അതങ്ങനെയാണ്. അവരെന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. അതിപ്പോ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും കണക്ക് തന്നെയാണ്. പരസ്പരം ജാതി മതം പറഞ്ഞ് അടിക്കാൻ വേണ്ടി തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറെ ടീംസുകളുണ്ട്. അതിനെയൊന്നും പറഞ്ഞു നന്നാക്കുക ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. സ്വയമേ എന്തെങ്കിലും തോന്നി അങ്ങ് നന്നാവുക, അല്ലെങ്കിൽ ഈ വക സാധനങ്ങൾ ഈ ഭൂമിയിൽ നിന്നും കാലകരണപ്പെട്ടു പോകണം, എങ്കിലേ ശരിയാവത്തുള്ളൂ. അല്ലാണ്ട് ഇതൊന്നും സ്വയമേ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞ് നന്നാക്കുക ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അത് വിട്, അത് നമ്മുടെ ക്ലോസ് ചാപ്റ്ററാണ്. അപ്പൊ സത്യത്തിൽ ഇതെന്താണ് പ്രശ്നം? ഒരുപാട് വാതിൽക്കൽ മുട്ടി നീതി ലഭിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ കിട്ടിയില്ല. അവസാനം അവര് എടുത്ത ഒരു തീരുമാനമാണ്. ഇതൊരിക്കലും ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. കാരണം നാളെ ഇതുപോലെ ഒരുപാട് പേര് തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നടു റോഡിൽ സമരം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അത്ര നല്ലൊരു കാര്യമല്ല. പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്ക് അതൊരു ശല്യമായി മാറുമെന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് വിടുന്നില്ല. പക്ഷെ ഗതികേട് കൊണ്ട് വേറെ മാർഗമില്ലാണ്ട് അവര് എടുത്ത ഒരു തീരുമാനമാണ് ഇത്. പിന്നെ 10 ആളിലേക്ക് ശ്രദ്ധ ചെല്ലണം എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് അവർ ഈ ഒരു സമരമുറ അങ്ങോട്ട് ഏറ്റെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗതികേട് കൊണ്ട്, ഗതികേടിലും ഗതികേട്. ഇവിടത്തെ നിയമവും നീതിയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഒരു സഹായവും ചെയ്തില്ല. അതുകൊണ്ട് അവർ അവസാനം ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. ഞാനൊന്ന് വായിക്കാം ഈ ഒരു പോസ്റ്റ് കണ്ട ആ ഒരു കാര്യങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ ന്യൂസ് ഒന്ന് കൊടുക്കാം. പാലക്കാട് നടു റോഡിലെ നിസ്കാരം. പ്രചരിക്കുന്ന ദൃശ്യങ്ങൾക്ക് പിന്നിൽ യഥാർത്ഥ വസ്തുതകൾ. പാലക്കാട് നഗരമധ്യത്തിൽ റോഡിലിരുന്ന് ഒരു സ്ത്രീ നിസ്കരിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ രീതിയിൽ പ്രചരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ മറ്റൊന്നാണ്. കൊല്ലങ്കോട് സ്വദേശിനിയായ അനീസുമ്മ എന്ന സ്ത്രീയുടെ പ്രതിഷേധമായിരുന്നു അത്. തന്റെ പരേതനായ ഭർത്താവിന്റെ 8 സെന്റ് ഭൂമി ബന്ധുക്കൾ തട്ടിയെടുത്ത് എന്ന പരാതിയിൽ വർഷങ്ങളായി ഇവർ നീതിക്കായി ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു. പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും രാഷ്ട്രീയ നേതാക്കൾക്കും പരാതി നൽകിയിട്ടും ഫലം കാണാത്തതിനെ തുടർന്നുള്ള നിരാശയിലാണ് അവർ നടു റോഡിൽ ഇത്തരമൊരു പ്രതിഷേധം നടത്തിയത്. ഗതാഗത തടസ്സമുണ്ടാക്കിയതിനെ തുടർന്ന് പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് മാറ്റുകയും ബന്ധുക്കളെ വിവരമറിയിക്കുകയും ചെയ്തു. ഇതൊരു കുടുംബപരമായ സ്വത്ത് തർക്കത്തിൽ നിന്നുണ്ടായ പ്രതിഷേധമാണെന്നിരിക്കും ഇതിനെ വർഗീയമായി ചിത്രീകരിക്കുന്നത് ഖേദകരമാണ്. വസ്തുതകൾ മനസ്സിലാക്കാതെ ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ പങ്കാളികളാകാതിരിക്കുക. അതെ, വർഗീയത രീതിയിലോട്ട് ഈ സാധനത്തിന് കുറെ സംഖ്യകൾ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ഞാനും കണ്ടായിരുന്നു പോസ്റ്റുകൾ. അവന്മാർ കിട്ടിയ അവസരം മുതലാക്കുന്നത് പോലെ മുസ്ലിങ്ങളെ ചെറിയ വാരി അങ്ങോട്ട് അടിക്കുകയാണ്, വാരി പറക്കിയിട്ട് അടിക്കുകയാണ്. കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. നാണമില്ലടെ. അവരുടെ കുടുംബ പ്രശ്നത്തിന്റെ ഇതാണ് അവർ നടു റോഡിൽ വന്നിട്ട് പ്രതിഷേധം നടത്തിയത്. വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും രാഷ്ട്രീയ നേതാക്കളുടെ മുന്നിലും എല്ലാം കയറി ഇറങ്ങി നടന്നിട്ടും നീതി ലഭിക്കാതെ വന്ന് അവരുടെ 8 സെന്റ് വസ്തുവിന് വേണ്ടിയിട്ട്, തന്റെ മരിച്ചുപോയ ഭർത്താവിന്റെ 8 സെന്റ് വസ്തുവിന് വേണ്ടിയിട്ട് അവര് പോരാടുന്നതാണ്. അതാദ്യം മനസ്സിലാക്കും. ബന്ധുക്കളൊക്കെ തട്ടിയെടുത്തെന്നാണ് അവർ പറയുന്നത്. അതിന്റെ വസ്തുതകളൊക്കെ ചെക്ക് ചെയ്യുക.
ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനമധ്യത്തിൽ ഇത് ചർച്ചയാവുക, അങ്ങനെ അവർക്ക് നീതി ലഭിക്കുക എന്നുള്ള ഒരൊറ്റ പോയിന്റ് വെച്ചിട്ടാണ് അവർ ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഇവിടെ വർഗീയത ഉണ്ടാക്കാനോ ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിക്കാനോ ഒന്നുമല്ല അവർ വന്നിട്ടുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. കുറെ നാറുകൾ ഇതിനെയൊക്കെ എടുത്തിട്ട് മുതലാക്കുന്നത് കാണുമ്പോൾ പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. പാലക്കാട് നടു റോഡിൽ നിസ്കരിച്ച വീട്ടമ്മയുടെ വേറിട്ട പ്രതിഷേധം. തിരക്കേറിയ പാലക്കാട് IMA ജംഗ്ഷനിലാണ് നിസ്കാരം നടന്നത്. ഇതേ തുടർന്ന് പ്രദേശത്ത് രൂക്ഷമായ ഗതാഗത കുരുക്ക് ഉണ്ടായതോടെ പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിൽ എടുത്തു. കുനിമത്തൂർ സ്വദേശിയായ അനീസയാണ് റോഡിൽ നിസ്കരിച്ചത്. ഉച്ചയ്ക്ക് 12:30 പാലക്കാട് IMA ജംഗ്ഷനിലായിരുന്നു സംഭവം. അനീസയുടെ മരണപ്പെട്ട ഭർത്താവിന്റെ അവകാശപ്പെട്ട ഭൂമിയുടെ വിഹിതം തനിക്ക് തരാതെ ഭർത്താവിന്റെ സഹോദരന്മാർ വീതം വെച്ചതിനെ തുടർന്നാണ് യുവതിയുടെ പ്രതിഷേധം. അവർക്ക് കിട്ടേണ്ട ആ ഒരു സ്വത്തിനും വസ്തുവിനും വേണ്ടിയിട്ടാണ് അവർ പ്രതിഷേധം നടത്തിയത്. ഇത് ഒരു പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ കുടുംബകാര്യം എന്തിനാ അവർ ഇങ്ങനെ വന്നിട്ട് നാട്ടുകാരെ മൊത്തം ശല്യം ചെയ്ത് നടു റോഡിൽ പ്രതിഷേധം നടത്തിയെന്ന് ചോദിക്കും. എല്ലാ വഴികളിലും എല്ലാ വാതിൽക്കല്ലും അവർ മുട്ടി. നീതി ലഭിക്കാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ഒരു വേറിട്ട പ്രതിഷേധമായിട്ട് ഇറങ്ങിയത്. തെറ്റാണ്. ബാക്കിയുള്ള ജനങ്ങളെ മൊത്തം തടസ്സപ്പെടുത്തിയത് തെറ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പ്രതിഷേധം റോഡിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു ടാർപ്പയും കെട്ടിയിരുന്ന് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ? ഏതെങ്കിലും പട്ടിക്കുഞ്ഞ് അവർക്ക് വേണ്ടി സംസാരിക്കും? ഇല്ല. പക്ഷെ അവരിങ്ങനെ നടുറോട്ടിൽ ഇറങ്ങിയൊരു പ്രതിഷേധം നടത്തിയത് കൊണ്ടാണ് ഇന്ന് അത് ചർച്ചയായത്. പിന്നെ ഇതിനെ മുതലെടുപ്പെന്നുള്ള രീതിയിൽ കുറെ ഊളകള് ഇതിനെ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ജാതിപരമായിട്ടും ഒക്കെ അങ്ങോട്ട് അടിച്ചു വിട്ടു കൊടുക്കുന്നു. എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ ചെളിവാരി അടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന കുറെ എണ്ണം കിട്ടിയ അവസരം മുതലെടുപ്പെന്നുള്ള രീതിയിൽ അവന്മാർ എടുത്തിട്ടങ്ങ് അടിക്കുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. കൊല്ലങ്കോട് നന്ദൻ കീഴിലായിരുന്നു ഭർത്താവിന്റെ വീട്. ആകെയുള്ള 8 സെന്റിന്റെ ഭൂമിയിലാണ് ഇവർക്ക് അവകാശമുള്ളത്. തന്നെ സ്വത്ത് അവകാശത്തിന് നിന്ന് ഒഴിവാക്കിയതിൽ പരാതി പറഞ്ഞിട്ട് യാതൊരു നടപടിയും ഇല്ലാത്തതോടെയാണ് വീട്ടമ്മ നിസ്കാരം നടത്തി പ്രതിഷേധിച്ചത്. കേട്ടല്ലേ? അതായത് അവർ എല്ലാ വാതിൽക്കലും മുട്ടിയിട്ട് അവർക്ക് കിട്ടേണ്ട സ്വത്ത് കിട്ടണമെന്ന് പറഞ്ഞ് യാചിച്ചിട്ടും അവകാശങ്ങൾ തേടിപ്പോയിട്ടും അവർക്ക് നീതി ലഭിച്ചില്ല. അതുകൊണ്ട് ഇനി എന്തേലും വരട്ടെന്നുള്ള രീതിയിൽ ആ ഉമ്മ പാവം നടുറോട്ടിലേക്ക് ഇറങ്ങിയതാണ്, വേറെ വഴിയില്ലാണ്ട്. ഇത് കാണുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും ഇത് വൈറലാക്കിയെങ്കിലും മുഖ്യമന്ത്രിയുടെ മുന്നിലെങ്കിലും ഇത് എത്തിയിട്ട് എനിക്ക് കിട്ടേണ്ട നീതി, എനിക്ക് കിട്ടേണ്ട സ്വത്തും കിട്ടണമെന്നുള്ള ഒരു പാവം ഉമ്മയുടെ ആഗ്രഹത്തിന് പുറത്ത് അവർ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അതിന്റെ പേരിൽ മതജാതിയും മിക്സ് ചെയ്ത് രാഷ്ട്രീയം മിക്സ് ചെയ്ത് ഇതിനെ കൂട്ടിക്കുഴയ്ക്കാൻ ഉളുപ്പില്ലേ ചങ്ങായിമാരെന്നേ ഞാൻ ചോദിക്കട്ടുള്ളൂ. ന്യൂസ് കേട്ടു നോക്കാം. പാലക്കാട് നടു റോഡിൽ ഇരുന്ന സ്ത്രീയുടെ നിസ്കാരം. തിരക്കേറിയ IMA ജംഗ്ഷനിലാണ് സംഭവം. സൗത്ത് പോലീസ് സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു. കുടുംബസ്വത്തിനെ കുറിച്ചുള്ള തർക്കം ജനത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് റോഡിൽ നിസ്കരിച്ചത് എന്ന് സ്ത്രീ വിശദീകരിക്കുകയാണ്. ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഒരു പ്രതിഷേധ സ്വരത്തിലാണോ ഇങ്ങനെ ഒരു നിസ്കാരം അത് നടത്തുന്നത്? നടു റോഡിൽ എന്ന് പറയുമ്പോൾ വാഹനങ്ങളൊക്കെ ഒരുപാട് പോകുന്ന ഒരു വഴിയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. വാഹനത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്. എപ്പോഴായിരുന്നു ഈ സംഭവം? പോലീസ് എന്ത് നടപടിയെടുത്തു? ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. തിരക്കേറിയ IMA ജംഗ്ഷനിലാണ് സ്ത്രീ പ്രതിഷേധ രൂപേണ നിസ്കാരം നടത്തിയത്. അതായത് തങ്ങളുടെ സ്വത്ത് സംബന്ധിച്ച് ചില തർക്കങ്ങളുണ്ട്. ആ തർക്കം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയതെന്നാണ് സ്ത്രീ പറയുന്നത്. ഏതായാലും ഇവരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ബന്ധുക്കളെയും വിവരം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. പാലക്കാട് നിന്നും വരുന്ന ദൃശ്യമാണ്. പ്രതിഷേധ സൂചകമായിട്ടാണ് നിസ്കാരം റോഡിലിരുന്നു കൊണ്ടൊരു സ്ത്രീ നടത്തിയത്. അപ്പോൾ ഈ തർക്കവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ അത് അധികാരികളെ അറിയിക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്തത് എന്ന്. പക്ഷേ അത് ഒരിക്കലും അനുകരണീയമല്ല. കാരണം പ്രത്യേകിച്ച് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു സമയത്താണ് ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധം നടത്തുന്നത്. അപ്പോൾ പോലീസ് ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നു എന്നാണ് ഗൂഗിൾ വ്യക്തമാക്കിയത്. ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളെ മൊത്തം ഇതിലാക്കിയിട്ട് ഉള്ള ഒരു പ്രതിഷേധം അനിവാര്യമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടാർപ്പയും കിട്ടി റോഡിന്റെ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും പട്ടിക്കുഞ്ഞവരെ ശ്രദ്ധിക്കൂ? ഇതിങ്ങനെ വൈറലാവോ? ഇതിന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പോകുമോ? ഇല്ല. മറിച്ച് അവരിങ്ങനെ പ്രതിഷേധം നടത്തിയത് കൊണ്ട് ഇത് വലിയ ചർച്ചാ വിഷയമാകുകയും അതേ തുടർന്നിട്ട് ചിലപ്പോൾ ഇവർക്ക് നീതി ലഭിച്ചേക്കാം. എന്തായാലും ഇത്രയും കാലം വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും പല രാഷ്ട്രീയ നേതാക്കളുടെ മുന്നിലും പോയിട്ട് യാചിച്ച് കൈകൂപ്പി നിന്നിട്ട് അവർക്ക് നീതി ലഭിച്ചില്ല. അവസാനം ഗതി കെട്ടിട്ട് ആരോരും ചോദിക്കാനില്ലാത്ത അവര് ഇങ്ങനെ ഒരു വഴി സ്വീകരിച്ചു. ഇതിൽ അവരെ തെറ്റ് പറയാനും വഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വേറെ എന്ത് ചെയ്യാനാ അവരിനി? അവർ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ പോയി ആരുടെയൊക്കെ മുന്നിൽ യാചിച്ചു അവർക്ക് കിട്ടേണ്ട വസ്തുക്കൾ കിട്ടണമെന്ന്? എന്തായാലും വില്ലേജായാലും പഞ്ചായത്തായാലും കൊള്ളാം. മറ്റേ കൊമ്പന്മാര് വല്ലതും നക്കാപ്പിച്ച ഇട്ട് തന്നിട്ടാണ് ഇമാതിരി പരിപാടി ചെയ്തത്. ആ പാവത്തിന് കിട്ടേണ്ടത് ഇങ്ങോട്ട് കൊടുത്തുകൂടായിരുന്നു. അങ്ങനെയൊന്നും കൊടുക്കൂല. കോടതിപരമായിട്ട് ചിലപ്പോൾ പോകാനുള്ള പൈസ കാണത്തില്ലായിരിക്കും. ഇനി കോടതിയിൽ പോയിട്ട് ഇത് കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾ കടന്നു പോകും. അല്ലെങ്കിലും ഈ വസ്തു തർക്കത്തിന്റെയൊക്കെ പേരിലുള്ള കേസുകൾ വർഷങ്ങൾ നീണ്ടുപോകും. കിട്ടേണ്ടത് കിട്ടേയില്ല, കയറി കിടക്കാനും പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് അവരിങ്ങനെ ഒരു പ്രതിഷേധം വേറിട്ട രീതിയിൽ അങ്ങോട്ട് നടത്തി.
ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇതുപോലെ പ്രശ്നങ്ങളുള്ള എല്ലാവരും വന്ന് നടുറോട്ടിൽ ഇതുപോലെ പായം പിരിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷേ പ്രതിഷേധിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യണം. അത് പിന്നെ ബാക്കിയുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടാകരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ ഈ ഉമ്മ നടു റോഡിൽ ഇങ്ങനെ കയറി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ആംബുലൻസോ മറ്റെന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിൽ പോകുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അതൊരു തടസ്സമാകും. പ്രത്യേകിച്ച് ഏതെങ്കിലും ജീവൻ രക്ഷിക്കാൻ പോകുന്ന ആംബുലൻസ് പോയാൽ കൂടി അവർക്ക് അതൊരു തടസ്സമാകും. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. പിന്നെ പാവം ആ ഉമ്മാക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഗതികേട് കൊണ്ട് അവർ ചെയ്തതാണ്. ഞാൻ മറ്റൊരു പോസ്റ്റ് വായിക്കാം. അനീസയെ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇവരുടെ സഹോദരനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. 2 മക്കളാണ് തനിക്കുള്ളതെന്നും തനിക്ക് നീതി വേണമെന്നും വീട്ടമ്മയുടെ ആവശ്യം. ഇവർക്ക് ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ മറ്റൊരിടയിലേക്ക് പോയ സമയത്തായിരുന്നു റോഡിൽ വീട്ടമ്മയുടെ പ്രതിഷേധം. വെള്ള നിറമുള്ള നിസ്കാര കുപ്പായം ധരിച്ചാണ് അനീസ റോഡിൽ നിസ്കരിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുന്നത്. സ്ത്രീക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. സ്ത്രീക്ക് നീതി വേണമെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഉള്ള കാര്യം പറയാം, ഇവിടെ സാധാരണക്കാർക്ക് ഇന്ന് നീതി ലഭിക്കുന്നില്ല. അത് മറ്റൊരു സത്യമാണ്. അവര് വേറിട്ട രീതിയിൽ എന്തെങ്കിലും പ്രതിഷേധങ്ങളും കാര്യങ്ങളും നടത്തിയാൽ മാത്രമേ ശ്രദ്ധയിൽ അത് പെടുകയും അതേ തുടർന്ന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നടപടി എടുത്താലേ എടുക്കത്തുള്ളൂ. ഇനിയിപ്പോ ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവരെ പിടിച്ചുകൊണ്ട് 2 ദിവസത്തിട്ടിട്ട് പിടിച്ച് പുറത്തു വിടും. അങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും ഗതാഗത തടസ്സപ്പെടുത്തിയതിന് എതിരെയുള്ള വകുപ്പ് ചിലപ്പോൾ ഇവർക്കെതിരെ ഇടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അറിയില്ല പോലീസുകാർ ഇനി വെറുതെ വിട്ടോ, ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ച് ഒപ്പിട്ട് വെറുതെ വിട്ടോ എന്ന് അറിയില്ല. എന്തായാലും അവർക്ക് നീതി ലഭിക്കട്ടെ. അവരിത്രയും കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടും പ്രതിഷേധമായിട്ട് നടു റോഡിൽ ഇറങ്ങിയ സ്ഥിതിക്ക് അവരുടെ ഈ ഒരു കേസ് എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒന്ന് ഇടപെട്ടുകൊണ്ട് അവർക്ക് കിട്ടേണ്ട വസ്തുക്കൾ വാങ്ങി കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്കും അവരുടെ മക്കൾക്കും ജീവിക്കണ്ടേ? അതിന് ഈ ബന്ധുക്കൾ നാറികളെല്ലാം കൂടി തട്ടിയെടുത്ത് കഴിഞ്ഞാൽ അവനെയൊക്കെ പിടിച്ച് പൂട്ടേണ്ട പരിപാടിയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിലും കുറെ നാറി ബന്ധുക്കൾ കാണും ഇതുപോലെ ആക്രാന്തം പിടിച്ച് മൂത്ത് പ്രാന്തായി മറ്റുള്ളവന്റെ വസ്തു കൂടിയൊക്കെ അടിച്ചെടുക്കാൻ നോക്കുന്ന ചില ചെറ്റകൾ. അവന്മാരെയൊക്കെ ആദ്യം അങ്ങോട്ട് അടിച്ചോട്ടിക്കുക. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കേസ്. ഇനി വേറൊരുത്തായി ഒരു വേണുഗോപാൽ എന്ന് പറയുന്നവൻ വീഡിയോ ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് അവൻ ഇട്ടിട്ടുള്ള ഞാനൊന്ന് വായിക്കാം. പാലക്കാട് ടൗണിൽ നടു റോഡിൽ വണ്ടികളെ ബ്ലോക്കാക്കി മുസ്ലിം വനിതയുടെ നിസ്കാരം. ഇതൊരു ടെസ്റ്റ് ഡോസ് ആവാനാണ് സാധ്യത. ആരും പ്രതികരിച്ചില്ലെങ്കിൽ ഇവറ്റകൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങും. ഹമാസിനെ പോലെ കടത്തിവെട്ടുന്ന ജിഹാദിസമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതുപോലെ തെമ്മാടിത്തരക്കാനാണോ ഇടതു മുന്നണിക്ക് ലീഗ് നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? എല്ലാം ഒരു സൂചനയാണ്. ഇനിയെങ്കിലും നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ കേരളത്തിൽ ബാക്കിയുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം വർഗീയതയായിട്ട് മിക്സ് ചെയ്തിട്ട് ഇവർ രാഷ്ട്രീയപരമായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓരോ വിവരമില്ലാത്ത ആൾക്കാരെന്നേ ഞാൻ പറയത്തുള്ളൂ. അതൊക്കെ വളരെ മോശമാണ്. ആ അമ്മ അവരുടെ ആ നഷ്ടപ്പെട്ടു പോയ സ്വത്ത് അല്ലെങ്കിൽ കുടുംബക്കാർ തട്ടിയെടുത്ത സ്വത്തിന് വേണ്ടിയിട്ട് അവർ പ്രതിഷേധവുമായിട്ട് നടു റോഡിൽ ഇറങ്ങിയതാണ്. അതിനെ മതവും രാഷ്ട്രീയവുമായിട്ട് മിക്സ് ചെയ്ത് സംസാരിക്കുന്ന തന്നെ പോലെയുള്ള വിവരദോഷികളെ എനിക്കൊന്നും പറയാനില്ല. വേറൊരു കമന്റ് കൊടുക്കാം. ഇതെന്താ പ്രശ്നം പറഞ്ഞാൽ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി. മാസങ്ങളോളം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന ഈ സ്ത്രീയുടെ സ്വത്തെല്ലാം ഭർത്താവിന്റെ അനിയന്മാരും ഭാഗം വെച്ച് എടുത്തു. ഈ സ്ത്രീ വഴിയായ അവസ്ഥയിലാണ്. അപ്പോൾ ആ സ്വത്ത് തിരിച്ചെടുക്കുന്നതിനായി കുറെ നാളായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു. പക്ഷേ വേണ്ട പോലെ നടപടികളൊന്നും ഇല്ലാതായപ്പോൾ നടുറോട്ടിൽ നിന്നും പ്രതിഷേധം നടത്തിയതാണ്. പക്ഷേ ഇത് തന്നെയായാലും കുടുംബ പ്രശ്നം നടുറോട്ടിൽ തീർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതെ, നടുറോട്ടിൽ കുടുംബ പ്രശ്നം തീർക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ ആ പാവ ഉമ്മ വേറെ വഴിയില്ലാണ്ട് ജനമധ്യങ്ങളിലെങ്കിലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അവരിറങ്ങി തിരിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവർ ആഗ്രഹിച്ചതുപോലെ ജനമധ്യയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുകയാണ്. വളരെ നല്ല സന്തോഷം തന്നെയാണ്. നിങ്ങൾക്ക് നീതി ലഭിക്കട്ടെ, നിങ്ങൾക്ക് കിട്ടാനുള്ള വസ്തു തിരിച്ചു കിട്ടട്ടെ. എന്തായാലും കുടുംബത്തിലുള്ള നാറികൾ അത് തട്ടിയെടുത്തെങ്കിലും നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടട്ടെ. അധികൃതരുടെ ശ്രദ്ധയിൽ ഇത് പെടട്ടെ. നിങ്ങൾക്ക് കിട്ടേണ്ട വസ്തു നിങ്ങൾക്ക് തന്നെ കിട്ടണം. കാലം എത്ര മറച്ചു വെച്ചാലും മൂടി വെച്ചാലും സത്യം ജയിക്കും, ന്യായം ജയിക്കും, കർമ്മ തിരിച്ചടിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ആ വസ്തു തിരിച്ചു കിട്ടാനുള്ള അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചു കിട്ടട്ടെ. ഇനി ഒരാൾക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഒരാളും ഇതുപോലെ നടുറോട്ടിൽ ഇറങ്ങി ഒരു പ്രതിഷേധം ചെയ്യേണ്ട ഒരു ഗതിയിലോട്ട് പോവാതിരിക്കുക. ഇതുപോലെ ഏതെങ്കിലും ഉമ്മമാർ വന്ന് പഞ്ചായത്തിലോ വില്ലേജിലോ പോലീസിന്റെ ഒക്കെ മുന്നിൽ വന്ന് യാചിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട നീതി വാങ്ങിക്കൊടുക്കുക. അല്ലാണ്ട് പെരുവഴിയിലിട്ട് അവരെ ഒരുമാതിരി ഇതുപോലെ ജാതിയും മതവും പറഞ്ഞ് രാഷ്ട്രീയവും പറഞ്ഞ് വേറിട്ട രീതിയിൽ വലിച്ചുകീറി ഒട്ടിക്കുകയല്ല സമൂഹം ചെയ്യേണ്ടതെന്നാണ് എനിക്കിവിടെ ഓർമ്മിപ്പിക്കേണ്ടത്. നമ്മുടെ നാടിന്റെ ശാപം മതവും രാഷ്ട്രീയവും വർഗീയതയും പറഞ്ഞ് തമ്മിൽ തല്ലുന്ന അല്ലെങ്കിൽ തുപ്പുന്ന കുറെ വിഷങ്ങൾ തന്നെയാണ് ഇവിടെ ഈ നാടിന്റെ ശാപം എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. ഞാൻ 1-2 കമന്റ് ഒന്ന് വായിക്കാം. കൈരളി ആൻഡ് ദേശാഭിമാനി ഹെഡ്ലൈൻ: പാലക്കാട് മുസ്ലിം സ്ത്രീയെ നിസ്കരിക്കാൻ RSS സമ്മതിച്ചില്ല. വീട്ടിൽ കയറിയിട്ട് സമ്മതിച്ചില്ല എന്നൊന്നും പറയാത്തത് നന്നായി.
അതായത് ഈ സ്ത്രീ തന്റെ പ്രതിഷേധവുമായിട്ട് റോഡിലിരുന്ന സമയത്ത് RSSകാര് റോഡിൽ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല. അവിടെ ഈ ഹെഡ്ലൈൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും ആ ന്യൂസ് ചാനലുകാർ ഉദ്ദേശിച്ചത്? അതായത് RSSും മുസ്ലിം സ്ത്രീ നട റോഡിൽ നിസ്കരിക്കാനിരുന്നപ്പോൾ RSSകാർ സമ്മതിച്ചില്ല. തമ്മിൽ തല്ല് ഉണ്ടാക്കുകയല്ലേ ഇതൊക്കെ? വളരെ മോശം, വളരെ പുച്ഛമാണ്. അങ്ങനെ ഒരിക്കലും പറയരുത്. അവര് റോഡിലിരുന്ന് അങ്ങനെ നിസ്കാര പ്രതിഷേധം നടത്തിയത് ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. കാരണം വാദിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുപോലെ ഒരുപാട് പേര് തന്റെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടും തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടും നട റോഡിലേക്ക് ഇറങ്ങും. ഓരോ വീടുകളിലും ഓരോ കുടുംബങ്ങളിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തീരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി നട റോഡിലേക്ക് പ്രതിഷേധം എന്ന് പറഞ്ഞ് ഇറങ്ങിയുള്ള അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. അത്രയും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് നമ്മളത് സപ്പോർട്ട് ചെയ്ത് വിടാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ അവരുടെ ആവശ്യത്തിനും അവരുടെ നീതിക്ക് വേണ്ടിയിട്ട് അവർ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയതാണ്, ഗതികേട് കൊണ്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ എനിക്ക് പറ്റുന്നില്ല, അവരെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല. കാരണം രണ്ട് ഭാഗത്തും വിഷയമുണ്ട്. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എല്ലാവരും കൂടി അതുപോലെ ഇറങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കണം. അതുപോലെ അവരെ കുറ്റം പറയാൻ മാത്രം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാ വാതിൽക്കളും മുട്ടിയിട്ട് നീതി ലഭിക്കാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ഒരു തീരുമാനത്തിലേക്കിട്ട് പോയത്. പക്ഷെ അതിനെ മുസ്ലിം സ്ത്രീയെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് RSSകാർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ അടിച്ചു വിടുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ആ ടൈറ്റിലായിരിക്കും നമ്മുടെ ടൈറ്റിൽ. എന്തായാലും കൊള്ളാം. സുഖമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. ആ പാവ സ്ത്രീ വന്ന് റോഡിൽ തന്റെ അവകാശത്തിന് വേണ്ടിയിട്ട് വന്നിരുന്ന് പ്രതിഷേധം നടത്തിയപ്പോൾ സുഖമില്ലാത്ത സ്ത്രീയാണെന്ന് തോന്നുന്നു. ഏതോ ഒരു മഹത്തായ വ്യക്തി ഇട്ടിട്ടുള്ളതാണ്. വല്ലാത്ത അവസ്ഥയുടെ പാവം. ഇനി വേറെ 1-2 കമന്റ് കൂടി വായിക്കാം. ഇത് ശരിക്കും ഒരു പരീക്ഷണമാണ്. മറ്റുള്ളവരുടെ പ്രതികരണം അറിയാൻ നാളെ കൂട്ടമായി വന്ന് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും. അതായത് മുസ്ലിങ്ങൾക്കിട്ടുള്ള കൊട്ടാണ് ഈ ഒരു കമന്റ്. ഇതൊരു പരീക്ഷണമാണ്. ഇന്ന് ഈ സ്ത്രീ ഇങ്ങനെ പ്രതിഷേധം നടത്തിയപ്പോൾ എന്താണ് ഉണ്ടായത്, എങ്ങനെയാണ് ഇതിന് റിസൾട്ട് വന്നതെന്ന് നോക്കിയിട്ട് നാളെ ഈ മുസ്ലിങ്ങളെല്ലാം കൂട്ടമായിട്ട് ഇതുപോലെ റോഡിലേക്ക് ഇറങ്ങുമെന്നുള്ള ഒരു കമന്റാണ് ഈ ഒരു കമന്റ്. വളരെയധികം പുച്ഛം, നല്ല ഒന്നാം തരം പുച്ഛം മാത്രം. സംഖ്യയാണെന്ന് പറയണ്ട. താത്താനെ പൊക്കിയിട്ടുണ്ട് കോയമ്പത്തൂർ സ്വദേശി അനീസ. പന്നികൾ ഇളകാൻ നിൽക്കണ്ട. ഹിന്ദുന്നടേ ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കമന്റ്സുകൾ വർഗീയതയും ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിക്കുന്ന കുറെ കഴിവേറികളെ കാണാൻ പറ്റുന്നത്. സത്യം ഉള്ള കാര്യം പറയാമല്ല. ഇതിനെ പട്ടിഷോ എന്ന് പറയാം, മാറ്റി പറയേണ്ടവർക്ക് പന്നി ഷോ എന്നും ആകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കളിയാക്കിക്കൊണ്ട് അവരെ പുച്ഛിച്ചുകൊണ്ട് അവരെ തെറി വിളിച്ചുകൊണ്ടും പിന്നെ ജാതിയും മതവും വർഗീയതയും മിക്സ് ചെയ്ത് പാർട്ടിയും ഒക്കെ മിക്സ് ചെയ്ത് അടിക്കുന്ന കുറെ പേരും ഒക്കെ ആയിട്ട് ഇത് എന്തുവാടെ ഇവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാണുന്ന സമയത്ത് പുച്ഛവും പരിഹാസവും അന്താളിപ്പുമാണ്. കാരണം ഇപ്പോഴും ജാതിയും മതവും ഒക്കെ പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ നമുക്കൊപ്പം ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം സങ്കടം മാത്രം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം, ഇത് നേരിൽ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ താഴെ കമന്റ് ചെയ്യുക. ഈ പ്രതിഷേധം ഒരിക്കലും അനിവാര്യമാണെന്ന് ഞാൻ പറയില്ല. അങ്ങനെ നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എല്ലാ കുടുംബങ്ങളിലും അവരുടേതായ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് റോഡിലേക്ക് ഇതുപോലെ ഒരു പ്രതിഷേധമായിട്ട് ഇറങ്ങിയുള്ള അവസ്ഥ ആലോചിക്കുക. അതുകൊണ്ട് ഇത് അനിവാര്യമാണെന്നും ഇതിനെ സപ്പോർട്ട് ചെയ്ത് കൈയടിക്കാനും ഞാനില്ല. പക്ഷേ അവരവരുടെ നീതിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതിനെ തെറ്റു പറയാനും പറ്റില്ല. അതാണ് ഇവിടുത്തെ ഒരു വിഷയം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ടും ഈ തമ്മിൽ തല്ല് കണ്ടിട്ടും ഈ പ്രതിഷേധം കണ്ടിട്ടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നിയത്? ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം.